ഇത് മുംബൈയിലെ ഒരു ലാൻഡ് മാർക്കാണ് ഹാജി അലി ദർഗ. രാത്രിയാണ് ഇവിടുന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് രാത്രിയും പകലും രണ്ട് വ്യത്യാസം കാണും. ഈ പറയുന്ന ഹാജി അലി ദർഗ കുറച്ച് കടലിലോട്ടാണ്, കരയിൽ നിന്ന് കുറച്ച് വിട്ട് കടലിലോട്ട്. അപ്പോൾ ഒരു വാക്ക് വേ ഉണ്ട്. ആ വാക്ക് വേ വഴി നടന്ന് വന്നിട്ട് വേണം ദർഗയിലേക്ക് കയറാൻ. ദർഗയിലേക്ക് എല്ലാവർക്കും എൻട്രി ഫ്രീ ആണ്. ഏത് മതത്തിൽ പെട്ടവർക്കും ദർഗയിൽ വരാം, വന്ന് കണ്ടിട്ട് പോവാം. ദർഗയിൽ നടന്നു പോകുന്ന വാക്ക് വേ കുറച്ച് ഡേഞ്ചറാണ്. ഡേഞ്ചർ എന്ന് പറയുമ്പോൾ വെള്ളം കയറുന്ന സ്ഥലം കടലായതുകൊണ്ട്. അപ്പോൾ ഹൈ ടൈഡില് വേലി കയറ്റ സമയം നല്ല തിരമാല ഇങ്ങോട്ട് അടിച്ചു കയറുമ്പോൾ ഈ എൻട്രി അവിടുന്ന് ക്ലോസ് ചെയ്തിടും. അതുകൊണ്ട് വേലി കയറ്റം അല്ലെ ഹൈ ടൈഡ് സമയം അധിക സമയം ക്ലോസ് ആണ് ഉണ്ടാവുക. കാരണം ഈ വാക്ക് വേ അല്ലെങ്കിൽ ഈ അങ്ങോട്ടേക്ക് പോകുന്ന ഈ പാത്തിൽ അധികവും കടൽ വെള്ളം കയറി നിൽക്കും. അതവർ അനൗൺസ് ചെയ്യും അങ്ങനെ ക്ലോസ് ചെയ്യുന്ന സമയം. നാട്ടിൽ നിന്നെല്ലാം ബോംബെയിലേക്ക് വിസിറ്റിന് വന്ന് ഹാജി അലി ദർഗ കാണണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഉബേർ പിടിക്കുക, അല്ലെ ടാക്സി പിടിച്ചു വരിക. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സെല്ലാം പിടിച്ചു വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്. ബസ് അധികം വൈകുന്നേരം സമയങ്ങളിലെല്ലാം നല്ല ഫുള്ളായിരിക്കും. അതുപോലെ തിരിച്ചു പോകുമ്പോൾ ടാക്സി ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ ടാക്സി ബുക്ക് ചെയ്തല്ലെങ്കിൽ ഉബേർ ബുക്ക് ചെയ്തിട്ട് വരാൻ നോക്കുക. ഇവിടെ ദർഗേൻ്റെ ഉള്ളിൽ പള്ളിയുണ്ട്. അതുകൊണ്ട് രാവിലെ നിസ്കാരം തൊട്ട് പള്ളി തുറന്നിരിക്കും. രാത്രി ഒരു 10 മണി വരെയെല്ലാം തുറന്നിരിക്കും. അപ്പം പള്ളി സമയമല്ല, നിസ്കാര സമയം ദർഗയിലേക്ക് നമുക്ക് പോയിട്ട് ദുആ കിട്ടാനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനെല്ലാം ആ സമയം മാത്രം നിർത്തിവെച്ചിരിക്കും. പള്ളി പ്രാർത്ഥന കഴിഞ്ഞ് നിസ്കാര സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ദർഗയിലേക്ക് നമ്മളെ വിട്ടു തുടങ്ങും. നോക്കണേ അവിടെ നിൽക്ക് മോനെ, അങ്ങ് പോ. അവിടെ നിൽക്ക്. അവിടെ നിൽക്കെന്ന് പറഞ്ഞത് ഫേസ് റൊട്ടേഷൻ കിട്ടുന്നില്ലല്ലോ തിരിയാൻ. ദർഗയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച, ശനി, ഞായർ ലീവില്ല ദിവസങ്ങളിലെല്ലാം നല്ല തിരക്കായിരിക്കും. തിരക്കില്ല ദിവസം വാല്യുബിൾസ്, പൈസ, വാലറ്റ് എല്ലാം നല്ലോണം ശ്രദ്ധിക്കുക. കാരണം തിരക്കുണ്ടാകുമ്പോൾ പിക്ക് പോക്കറ്റിംഗ് ബോംബെയിൽ മാത്രമല്ല എല്ലാ സിറ്റീസിലും ഇതന്നെയാണ് സ്ഥിതി. നമ്മളെ നാട്ടിൽ കളവ്, പിക്ക് പോക്കറ്റിംഗ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളെ ശ്രദ്ധിക്കുക. പിന്നെന്ന് പറയുമ്പോൾ ഈ വാക്ക് വേയിൽ അധികം അങ്ങോട്ട് എഡ്ജിൽ പോകാണ്ടിരിക്കുക. കാരണം തിരമാല അടിക്കുമ്പം മുഖത്തേക്ക് വെള്ളം സ്പ്ലാഷ് ചെയ്യും. നല്ല രസമുണ്ടാവും, നല്ല സുഖം ഉണ്ടാവും. വീണ് കഴിഞ്ഞാൽ കുറച്ച് ആഴമില്ല സ്ഥലമാണ്. പെട്ടെന്നൊന്നും രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് കയറി വരാൻ പറ്റൂല. അപ്പം അത് വാക്ക് വേയിൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് വെള്ളം കയറി നിൽക്കുന്ന സമയം. ബെഗിങ് ഉണ്ട് രണ്ട് ഭാഗത്തും. വാക്ക് വേന്റെ 2 ഭാഗത്തായിട്ട് ബെഗിങ് ഉണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പ്രോത്സാഹിപ്പിക്കരുത്.
ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കോയിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരത് രാത്രി കളക്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. രാത്രി ഒരു 9-10 മണിയാകുമ്പോൾ ഏകദേശം പൂട്ടാനാകുമ്പോൾ വാക്ക് വേന്റെ സൈഡിലുള്ള ബെഗേഴ്സ് എല്ലാം നല്ലൊരു സംഖ്യ കോയിൻസ് ആയിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ റവന്യൂ എത്രയാണ്. അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ബെഗിങ് സിൻഡിക്കേറ്റ് ആണോ എന്നറിയില്ല. എന്തായാലും ഇൻഡിവിജ്വൽ അല്ല, അവരെല്ലാവരും വേറെ ആർക്കോ വേണ്ടി പണിയെടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ബെഗിങ് പ്രോത്സാഹിപ്പിക്കാണ്ടിരിക്കുക, പൈസ